കട്ടൻ കട്ടൻ ചായ ഇല്ല, കട്ടൻ ചായ ചായയുണ്ട്. ഇഡ്ഡലിവട, ചട്നി, പരിപ്പ് വട. വളരെ ഇന്റൻസ് ആയിട്ടുള്ള ട്രെയിനിങ്, അസസ്മെന്റ്സ്, എക്സാംസ്, ഡ്രിൽസ്, ഗ്രൂപ്പ് ഡ്രിൽസ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്താണ് ഈ യൂണിഫോം. എന്തൊക്കെ ചെയ്താലും വേറൊരു ക്രൂവിന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഞാനൊരു ക്രൂ ആയതുകൊണ്ട് തന്നെ നമുക്കത് ഫീൽ ചെയ്യും. കാരണം എത്രത്തോളം കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഈ ജോലി എന്നുള്ളത് നമ്മൾ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇറ്റ് ഈസ് ഹാർഡ് ഗൈസ്, ഇറ്റ്സ് ഇന്റൻസ്. എല്ലാ ജോബിനും ഡിഗ്നിറ്റി ഉണ്ട് ഗൈസ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വർക്കിംഗ് പ്രൊഫഷണൽസിനെ കളിയാക്കാതിരിക്കുക, അവരെ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ കുറച്ചും കൂടി ഒന്ന് പ്ലീസ് കോമൺ സെൻസോടുകൂടിയും കുറച്ചൊരു മാനേഴ്സോടു കൂടിയും നമ്മളൊരു പബ്ലിക് പ്ലേസിൽ എവിടെ പോയാലും, അതിപ്പോൾ ഫ്ലൈറ്റ് ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ചർച്ച ആയിക്കോട്ടെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരവും പ്രൊഫഷണൽ മാന്യതയും തമ്മിൽ കൂട്ടിമുട്ടുന്ന വാണിജ്യ വ്യോമയാന മേഖലയിലെ ഒരു സംഭവമാണിത്. ഒരു പ്രത്യേക സോഷ്യൽ മീഡിയ വ്ലോഗ് വ്യോമയാന സമൂഹത്തിലുണ്ടാക്കിയ വലിയ പ്രതിഷേധത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ വിഷയത്തിന്റെ ഉപരിതലത്തിലുള്ള നാടകീയതയിൽ നിന്ന് മാറി ഒരു പ്രത്യേക സോഷ്യൽ മീഡിയ വ്ലോഗ്, അതിൽ ജനപ്രിയരായ കോണ്ടന്റ് ക്രിയേറ്റർമാർ ഉൾപ്പെട്ടിരുന്നു, വ്യോമയാന സമൂഹത്തിൽ നിന്ന് ഏകകണ്ഠമായൊരു പ്രതിഷേധം ക്ഷണിച്ചുവരുത്തിയത് എന്തുകൊണ്ടാണെന്ന് നമ്മൾക്ക് പരിശോധിക്കാം. നമ്മൾ ഈ സംഭവത്തെ വിശകലനം ചെയ്യും. അതിനെ തുടർന്നുണ്ടായ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് യഥാർത്ഥ വിമാന ജീവനക്കാർക്കിടയിലെ പ്രതികരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. എവിടെയാണ് ഒരു പരിധി നിശ്ചയിക്കേണ്ടത്? കാഴ്ചക്കാരെ ആകർഷിക്കാനുള്ള വെമ്പൽ എവിടെയാണ് അടിസ്ഥാനപരമായ അനാദരവും ചിലപ്പോൾ സുരക്ഷാ പ്രശ്നവുമായി മാറുന്നത്? അതാണ് നമ്മളിന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഈ സംഭവത്തിന്റെ തുടക്കം മാമു എഗെയിൻ ഓൺ എയർ മിസസ് താപ്പി ഗൺ സ്ട്രിപ്പ് എന്ന പേരിലുള്ള യൂട്യൂബ് വ്ലോഗിലാണ്. മാമു, താപ്പി, MRC ടീം എന്നിവരടങ്ങുന്ന ഈ ക്രിയേറ്റർമാർ ബംഗളൂരുവിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് ഇതിൽ വിവരിക്കുന്നത്. ഇത് സാധാരണ യാത്ര ഉള്ളടക്കമാകേണ്ടതായിരുന്നു, പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ, പ്രത്യേകിച്ചും മാമു എന്ന ക്രിയേറ്ററുടെ പെരുമാറ്റം ഓൺലൈനിൽ വലിയ കോളിളക്കമുണ്ടാക്കി. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് വിമാനത്തിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ആക്ഷനുകൾ ക്യാബിൻ ക്രൂവിനെ അനുകരിക്കാനും പരിഹസിക്കാനും വ്യക്തമായി രൂപകൽപ്പന ചെയ്തതായിരുന്നു. അവരവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്ന സമയത്താണിത് ചെയ്തത്. ഇപ്പോൾ MRC ടീം വലിയ പ്രതികരണങ്ങൾ നേരിടുകയാണ്. കാരണം പലരും ഇതിനെ ബോധപൂർവമുള്ള അനാദരവായിട്ടാണ് കണ്ടത്. ഈ സമയക്രമം വളരെ പ്രധാനമാണ്. ക്യാബിൻ ക്രൂവിനോടുള്ള നമ്മുടെ മനോഭാവം കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾ കൊണ്ട് ഒരുപാട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ഈ സംഭവം എന്തുകൊണ്ടാണ് ഇത്രയധികം വേദന ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. 5-8 വർഷം മുൻപ് പൊതുജനങ്ങളുടെ കാഴ്ചപ്പാടെന്നത് 0 ബഹുമാനമായിരുന്നു. ഒരു വിമാനത്തിലെ ജീവനക്കാരനെ ഒരുപാട് പേർ കണ്ടത് ഒരു ഉയർന്ന ഉയരത്തിലുള്ള വെയിറ്റർ എന്നൊരു സ്റ്റീരിയോടൈപ്പായിട്ടാണ്. നിങ്ങൾക്കൊരു ഡ്രിങ്കോ തലയിണയോ കൊണ്ടുവരുന്ന ഒരാൾ മാത്രം. ഈ കാഴ്ചപ്പാട് കാരണം യാത്രക്കാർക്ക് ഈ ജോലിയുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് യാതൊരു ധാരണയും ബഹുമാനവും ഉണ്ടായിരുന്നില്ല. എപ്പോഴും ലഗേജുകളെ ചൊല്ലി വഴക്കുണ്ടാകും. എല്ലാ ഭാരമുള്ള സ്യൂട്ട്കേസുകളും ഓവർഹെഡ് ബിന്നിലേക്ക് എടുത്തുവെക്കേണ്ട ഉത്തരവാദിത്തം ക്രൂവിനാണെന്ന് യാത്രക്കാർ നിർബന്ധിച്ചിരുന്നു. എന്നാൽ ഇത് യാത്രക്കാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്വയം സേവനമാണ്. പൊതുജനങ്ങൾക്ക് ഈ ജോലിയുടെ പ്രാധാന്യം മനസ്സിലാകാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു. വിമാനയാത്ര കൂടുതൽ സാധാരണമായി, കൂടുതലായി ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു. പറക്കുന്നതിപ്പോൾ സമ്പന്നർക്ക് മാത്രമുള്ളതോ ബിസിനസ് യാത്രകൾക്കോ മാത്രമുള്ളതല്ല. ശരാശരി ജീവിത നിലവാരമുള്ളവർ പോലും ദീർഘദൂര യാത്രകൾക്ക് വിമാനങ്ങളെ ആശ്രയിക്കുന്നു. യാത്രാനുഭവം എല്ലാവർക്കും പരിചിതമായതോടെ പരിസ്ഥിതിയോടും അതിനെ നിയന്ത്രിക്കുന്നവരോടുമുള്ള അടിസ്ഥാനപരമായ ബഹുമാനം വർദ്ധിച്ചു. യാത്രക്കാർക്കിപ്പോൾ ലോജിസ്റ്റിക്സ് അറിയാം. ഇത് നിയന്ത്രിതവും ഗൗരവമേറിയ ഒരു അന്തരീക്ഷമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് മാമുവിന്റെ ഉള്ളടക്കം വന്നപ്പോൾ അത് പഴയതും അനാദരവുള്ളതുമായ ഒരു കാലഘട്ടത്തിലേക്ക് ബോധപൂർവം തിരിച്ചുപോയതായി തോന്നി. ഈ പ്രൊഫഷണൽ സമൂഹം മറികടന്നു എന്ന് കരുതിയ ഒരവസ്ഥയിലേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു അത്. പ്രൊഫഷണലുകൾ ഈ സംഭവത്തിൽ വെറുതെ ഇരുന്നില്ല. അവർ സോഷ്യൽ മീഡിയ ക്രിറ്റിസിസം നേരിട്ടു. നിലവിലെ ക്യാബിൻ ക്രൂ അംഗങ്ങളിൽ നിന്ന് നേരിട്ടുള്ള സന്ദേശങ്ങൾ വരെ അനലിസ്റ്റിന് ലഭിച്ചു. തങ്ങളുടെ പ്രൊഫഷണൽ മാന്യത സ്ഥാപിക്കാൻ വേണ്ടി തങ്ങൾ നേടിയെടുത്ത പുരോഗതിയെ ഈ വീഡിയോ തുരങ്കം വയ്ക്കുന്നതായിട്ടാണ് അവർക്ക് തോന്നിയത്. ഇത് വെറും മര്യാദകേടായിരുന്നില്ല, അവരുടെ ഡ്യൂട്ടിയെ മനഃപൂർവ്വം പരിഹസിക്കുകയായിരുന്നു. വിമാനത്തിലെ രംഗങ്ങൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഇതൊരപകടമോ തെറ്റിദ്ധാരണയോ ആയിരുന്നില്ല, മറിച്ച് ജോലി ചെയ്യുന്ന ഒരു പ്രൊഫഷണലിനെ അനുകരിക്കുകയും പരിഹസിക്കുകയുമായിരുന്നു. എന്താണ് ആ വിമാനത്തിൽ കൃത്യമായി സംഭവിച്ചത്? പരിഹാസത്തിന്റെ പ്രധാന ഭാഗം അദ്ദേഹം ഭക്ഷണപാനീയ സേവനം അനുകരിച്ചതാണ്.
അദ്ദേഹം ചായ ഉണ്ടു എന്ന് ആവർത്തിച്ചു വിളിച്ചു പറഞ്ഞു. വിൽപ്പനക്കാരി അനുകരിച്ച്. അതിനുശേഷം ഇലയട ചട്നിപ്പൊടി പുട്ട് പത്തിരി എന്ന രീതിയിൽ പലഹാരങ്ങളുടെ ലിസ്റ്റും പറഞ്ഞു. ഇതൊരു യാത്രക്കാരൻ ഒരു കപ്പ് ചായ ചോദിക്കുന്നതിനു പകരം തിരക്കേറിയ തെരുവിലെ വിൽപ്പനക്കാരനെപ്പോലെയായിരുന്നു. പ്രാദേശിക ട്രെയിനിലോ ദീർഘദൂര ബസ്സുകളിലോ കേൾക്കുന്ന അനൗപചാരികമായ ആവർത്തിച്ച വിൽപ്പന വിളികളെ അദ്ദേഹം നിയന്ത്രിത വാണിജ്യ വ്യോമത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് മാറ്റി. അദ്ദേഹം കട്ടൻ ചായ ചോദിച്ച രീതി വളരെ കടുത്തമായിരുന്നു. അത് ആവശ്യമില്ലാത്ത രീതിയിൽ നിർബന്ധിക്കുന്നതുപോലെയായിരുന്നു. അദ്ദേഹം ഒരു കപ്പ് ടീക്ക് വേണ്ടി ഒരു സാധനം ഉയർത്തിക്കാണിച്ചിട്ട് "ഇതു കൊടുത്താൽ കട്ടൻ ചായ കിട്ടുമോ?" എന്ന് ചോദിച്ചു. ഒരു വിമാനത്തിൽ പെരുമാറുന്നതിന് തികച്ചും വിപരീതമായ ഒരു തരം വില പേശകാൻ ശ്രമിക്കുന്ന പോലെയായിരുന്നു. ഒരു നിമിഷം, ഇത് വെറും കോമഡിയായിരുന്നില്ലേ എന്ന് ചിലർ ചോദിക്കാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടാവാമെന്ന് വാദിക്കാം. പക്ഷേ ഈ വാദത്തെ ലഭ്യമായ തെളിവുകൾ തള്ളിക്കളയുന്നു. ഇതിനെ ബോധപൂർവമുള്ള അജ്ഞത എന്നാണ് വിളിക്കുന്നത്. വിമാനത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്ത ഒരു യാത്രക്കാരനായി സ്വയം ചിത്രീകരിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ അത് വെറും അഭിനയം മാത്രമായിരുന്നു, കണക്കുകൂട്ടിയ ഒരു പ്രകടനം. നിയമങ്ങൾ അറിയില്ലെങ്കിൽ നിശബ്ദനായിരിക്കുക, ശ്രദ്ധിക്കുക. പകരം ഒരു സ്ക്രിപ്റ്റഡ് അജ്ഞതയും ശല്യപ്പെടുത്തുന്ന സാഹചര്യവും തിരഞ്ഞെടുത്തത് ഈ കുറ്റകൃത്യത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് ഇതൊരു ചെറിയ മിട്ടിധാരണ അല്ല, മറിച്ച് ബോധപൂർവം ചെയ്ത ഒരു അനാദരവായിരുന്നു. കാനഡ ആസ്ഥാനമായ ഫ്രെഡി എന്ന അന്താരാഷ്ട്ര ക്രൂ അംഗത്തിന്റെ പ്രതികരണം ഇത് വ്യക്തമാക്കുന്നു. ആ വിമാനത്തിൽ നിന്നും ഒരുപാട് ദൂരെയായിരുന്നിട്ടും അതിന്റെ ആഘാതം അദ്ദേഹത്തിന് വ്യക്തിപരമായി അനുഭവപ്പെട്ടു. യൂണിഫോം ലഭിക്കാൻ എടുക്കുന്ന കഠിന പരിശ്രമം അദ്ദേഹത്തിന് അറിയാം. ദയവ് ചെയ്ത് ക്രൂവിനെ കുറച്ചുകൂടി ബഹുമാനിക്കാൻ പഠിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലളിതമായും ശക്തമായും അഭ്യർത്ഥന. അദ്ദേഹം ആരാധന അല്ല, വെറും അടിസ്ഥാനപരമായ പ്രൊഫഷണൽ മര്യാദയാണ് ആവശ്യപ്പെട്ടത്. ഈ ബഹുമാനം നേടിക്കൊടുക്കുന്നത് അവരുടെ പരിശീലനമാണ്. തീവ്രമായ നിർബന്ധിത പരിശീലനം. 30,000 അടി ഉയരത്തിലൊരു കപ്പ് കാപ്പി വിളമ്പുന്നതിനെക്കുറിച്ചല്ല ഈ പരിശീലനം. ഇത് 6 ആഴ്ചത്തെ കഠിനമായ പരിശീലനമാണ്. കർശനമായ സൈദ്ധാന്തിക പരീക്ഷകളും ശാരീരിക പരീക്ഷകളും തീവ്രമായ സമ്മർദ്ദത്തിലുള്ള പരിശീലനങ്ങളും ഇതിലുൾപ്പെടുന്നു. തീവ്ര പരിശീലനം എന്തിനാണെന്നറിയാമോ? അത് ദുരന്തങ്ങൾ നേരിടാനാണ്. 90 സെക്കൻഡിനുള്ളിൽ 200 പേരെ കത്തുന്ന വിമാനത്തിൽ നിന്ന് എങ്ങനെ പുറത്തെടുക്കും എന്നതുപോലുള്ള അടിയന്തര സാഹചര്യങ്ങൾ. തീയണയ്ക്കുന്നതിനുള്ള പരിശീലനം, വിവിധതരം തീപിടുത്തങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കൽ, അടിയന്തര പ്രഥമ ശുശ്രൂഷ പരിശീലനം, അടുത്തുള്ള ആശുപത്രിയിൽ നിന്ന് മൈലുകൾക്കപ്പുറത്ത് പ്രാഥമിക ചികിത്സ നൽകുന്നതിനുള്ള പരിശീലനം. അതുകൊണ്ട് ഈ ക്രിയേറ്റർമാർ സേവന പ്രഖ്യാപനങ്ങളെ പരിഹസിക്കുമ്പോൾ അവർ ഓക്സിജൻ ടാങ്ക് ഉപയോഗിക്കാനും ഒരു ഇലക്ട്രിക്കൽ തീ അണയ്ക്കാനും ഒരു വലിയ എമർജൻസി സ്ലൈഡ് വിന്യസിക്കാനും സാക്ഷ്യപ്പെടുത്തിയ ഒരാളെയാണ് പരിഹസിക്കുന്നത്. ആ യൂണിഫോം, അവർ പറഞ്ഞതുപോലെ, വളരെ കഠിനമായി അധ്വാനിച്ച് നേടിയെടുത്തതാണ്. അത് തീവ്രമായ സർട്ടിഫിക്കേഷനെയും ഏത് ദുരന്തത്തിനും തയ്യാറായ ഒരു അവസ്ഥയെയും സൂചിപ്പിക്കുന്നു. ആ ജീവൻ രക്ഷിക്കാനുള്ള കഴിവിന്റെ പ്രതീകത്തെ, അവരുടെ പ്രൊഫഷണൽ മര്യാദയെ, നിർദ്ദേശങ്ങളെ ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി വില കുറച്ച് കാണിക്കുമ്പോൾ അത് അവരുടെ പ്രൊഫഷണൽ സമൂഹത്തിന് വലിയ മുറിവുണ്ടാക്കുന്നു. അതായത്, നിങ്ങൾ യൂണിഫോമിനെയോ പ്രൊഫഷണൽ പ്രവർത്തനങ്ങളെയോ പരിഹസിക്കുമ്പോൾ നിങ്ങൾ ചായ സേവനത്തെ അല്ല, മറിച്ച് 6 ആഴ്ചത്തെ തീവ്ര പരിശീലനത്തെയും ഒരു വിമാനത്തിന്റെ സുരക്ഷാ സംവിധാനത്തെയുമാണ് പരിഹസിക്കുന്നത്. ഇതാണ് അവരുടെ ദേഷ്യത്തിന്റെ അടിസ്ഥാനം. നമ്മൾ ഇവിടെ നിന്ന് സേവനമെന്നതിലുപരി അതിജീവനം എന്നതിലേക്ക് ശ്രദ്ധ മാറ്റുകയാണ്. ക്യാബിൻ ക്രൂ പ്രധാനമായും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഉത്തരവാദികളാണ്. യാത്രക്കാർക്ക് ഈ സുരക്ഷാ നിർദ്ദേശങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടുക, ട്രേ ടേബിൾ മടക്കുക, സീറ്റ് നിവർത്തുക, വിൻഡോ ഷേഡ് ഉയർത്തുക എന്നിവ ചെറിയ നിയമങ്ങളായി തോന്നാം. എന്നാൽ ഓരോന്നും സുരക്ഷാ പ്രോട്ടോക്കോളിന്റെ നിർബന്ധിത ഭാഗമാണ്. ടേക്ക് ഓഫും ലാൻഡിംഗും സമയത്ത് വിൻഡോ ഷേഡ് ഉയർത്തേണ്ടതെന്തുകൊണ്ടാണ്? പലരും കരുതുന്നത് നല്ലൊരു കാഴ്ച കിട്ടാനാണെന്നാണ്. പക്ഷേ ഇത് അടിയന്തര ഒഴിപ്പിക്കൽ സമയവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സുരക്ഷാ നടപടിയാണ്. ഒരു വിമാനത്തിന്റെ ചിറകിൽ തീപിടുത്തം പോലുള്ള അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ക്യാബിൻ ക്രൂവിന് പുറത്തെ സാഹചര്യങ്ങൾ ഉടൻ വിലയിരുത്താൻ സാധിക്കും. വിൻഡോ ഷേഡ് ഉയർത്തിയിരുന്നാൽ ഈ അടിയന്തര തീരുമാനമെടുക്കാൻ നിർണായകമായ നിമിഷങ്ങൾ അവർക്ക് ലഭിക്കും. ഷേഡ് താഴ്ത്തിയിരുന്നാൽ ഈ അടിയന്തര തീരുമാനമെടുക്കൽ വൈകും, അത് ജീവൻ നഷ്ടപ്പെടാൻ കാരണമായേക്കാം. ട്രേ ടേബിളും സീറ്റ് സ്ഥാനവും ഒഴിപ്പിക്കലിന് പാത ഒരുക്കുന്നതിനു വേണ്ടിയാണ്. ഒരു തടസ്സം ആളുകളെ വേഗത കുറയ്ക്കും, പരിക്കേൽപ്പിക്കും, വേഗത്തിൽ പുറത്തിറങ്ങുന്നതിൽ നിന്ന് തടയും. അതുകൊണ്ടാണ് യാത്രക്കാർ ഈ സുരക്ഷാ നിർദ്ദേശങ്ങളെ പരിഹസിക്കുമ്പോൾ അവരൊരു വിരസമായ സ്ക്രിപ്റ്റിനെ അല്ല, മറിച്ച് അവരുടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു പ്രക്രിയയെയാണ് പരിഹസിക്കുന്നത്. ക്രൂവിന്റെ യഥാർത്ഥ മൂല്യം, ജീവൻ രക്ഷിക്കാനുള്ള കഴിവ് എന്തെങ്കിലും തെറ്റുമ്പോൾ മാത്രമേ വ്യക്തമാകുന്നുള്ളൂ. ക്രൂവിന്റെ പ്രതിബദ്ധത അടിയന്തര സാഹചര്യങ്ങളിൽ സമ്പൂർണ്ണമാണ്. അവരുടെ പ്രൊഫഷണൽ ധാർമ്മികതയുടെ ഭാഗമാണത്. ഒരു അടിയന്തര സാഹചര്യത്തിൽ അവരുടെ ആദ്യ മുൻഗണന എല്ലായ്പ്പോഴും യാത്രക്കാരാണ്. സ്വന്തം സുരക്ഷയെ അവഗണിച്ചുപോലും അവർ നിങ്ങളെ പുറത്തെത്തിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ ജോലിയെ പരിഹസിക്കുന്നത് ജീവൻ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തത്തെ വിലകുറച്ചു കാണുന്നതിന് തുല്യമാണ്.
ക്രൂ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആളുകളുടെ ജീവന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതുകൊണ്ട് പരസ്യമായി ഞങ്ങളെ പരിഹസിക്കാൻ ആർക്കും അവകാശമില്ല. കൂടാതെ വിമാനത്തിൽ ആളുകളെ റെക്കോർഡ് ചെയ്യുന്നതിലെ ധാർമ്മികത, പ്രത്യേകിച്ച് വനിതാ ക്രൂ അംഗങ്ങളെ, ഇത് ഡിജിറ്റൽ യുഗത്തിലെ ഒരു വലിയ പ്രശ്നമാണ്. ക്രൂ അംഗങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ, അവരുടെ അനുമതിയില്ലാതെ റെക്കോർഡ് ചെയ്യുകയും വൈറൽ കണ്ടന്റിനായി അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നത്. സുഹൃത്തുക്കളെ റെക്കോർഡ് ചെയ്യുന്നതോ മേഘങ്ങളുടെ വീഡിയോ എടുക്കുന്നതോ അല്ല ഇവിടെ പ്രശ്നം. ഒരാളുടെ മുഖത്ത് ക്യാമറ തിരിച്ചുപിടിച്ച് അവരെ പരിഹസിക്കുന്നതോ അല്ലെങ്കിൽ അവഹേളിക്കുന്നതോ ആയ ഉള്ളടക്കം സൃഷ്ടിക്കുക എന്നതാണ്. ഇത് കേവലം മര്യാദയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നു. ഇത് സ്വകാര്യതയുടെയും മാന്യതയുടെയും വിഷയമാണ്. ജോലിസ്ഥലത്ത് ഒരു വിമാനത്തിൽ പോലും സ്വകാര്യതയ്ക്ക് ക്രൂ അംഗത്തിന് അവകാശമുണ്ട്. നിങ്ങളുമായുള്ള അവരുടെ ഇടപെടലുകളെ അപമാനകരമായ ഉള്ളടക്കത്തിനുള്ള അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്നത് ഗുരുതരമായ ധാർമ്മിക അതിർവരമ്പ് ലംഘിക്കുന്നു. ഉള്ളടക്കം ടീം ബോധപൂർവം ഒരു ക്രൂ അംഗത്തെ ചിത്രീകരിക്കുകയും അവരെ ഒരു തമാശപാത്രമാക്കാൻ എഡിറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് കാഴ്ചക്കാർക്ക് മുന്നിൽ പരിഹസിക്കപ്പെടാതെ ജോലി ചെയ്യാനുള്ള അവരുടെ അവകാശം ലംഘിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇതൊരു അബദ്ധമായിരുന്നോ അതോ കണക്കുകൂട്ടിയ ഉള്ളടക്കമായിരുന്നോ എന്നതിലെ സംശയം പ്രീഫ്ലൈറ്റ് എയർപോർട്ട് ഫുട്ടേജ് കണ്ടപ്പോഴില്ലാതായി. വിമാനത്തിലെ പെരുമാറ്റം പൂർണ്ണമായും സ്ക്രിപ്റ്റഡ് ആയിരുന്നു എന്നതിന് തെളിവുണ്ട്. ഇത് കണ്ടന്റ് സൃഷ്ടിക്കുന്നതിനുവേണ്ടി മുൻകൂട്ടി ആസൂത്രണം ചെയ്തതായിരുന്നു. അവർ യാത്രക്കാരെ തികച്ചും വിവരമില്ലാത്ത ആളുകളായി ചിത്രീകരിക്കാനാണ് ശ്രമിച്ചത്. ഒരു വിമാനത്താവളം ആദ്യമായി കാണുന്നവരെപ്പോലെ മാമു ഐ ഡി കാണിച്ചതിനു ശേഷമുള്ള അടിസ്ഥാന നടപടികൾ പറയാൻ പോലും കഷ്ടപ്പെട്ടു. ടെർമിനൽ, ഇൻവോയ്സ് തുടങ്ങിയ വ്യോമയാന പദങ്ങൾ മനഃപൂർവ്വം തെറ്റിച്ചു. എന്നാൽ ഏറ്റവും പ്രധാനം, വിമാനത്തെ ലോക്കൽ പൊതുഗതാഗതവുമായി താരതമ്യം ചെയ്തതാണ്. ഇവിടെ സാംസ്കാരിക പശ്ചാത്തലം മനസ്സിലാക്കണം. KSRTC ബസ്സുകൾ ആ പ്രദേശത്തെ പൊതുഗതാഗതത്തിന്റെ നട്ടെല്ലാണ്. അവ അത്യാവശ്യമാണ്, വിശ്വസനീയമാണ്, പക്ഷെ തിരക്കേറിയതാണ്. ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നു, അനൗപചാരികമായ പ്രാദേശിക വിൽപ്പനക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആളുകൾ പെട്ടെന്നുള്ള ചായ ബ്രേക്കിനായി കയറുകയും ഇറങ്ങുകയും ചെയ്യും. വിൽപ്പനക്കാർ ഉച്ചത്തിൽ വിളിച്ചു പറയും. വളരെ നിയന്ത്രിച്ചതും വിലയേറിയതുമായൊരു വാണിജ്യ വിമാനത്തെ ഒരു ബസ്സിന്റെ അനൗപചാരിക അന്തരീക്ഷവുമായി താരതമ്യം ചെയ്യുന്നത് സമാനമായ അയഞ്ഞ പെരുമാറ്റരീതികൾ ബാധകമാകണമെന്ന് ധ്വനിപ്പിക്കുന്നു. അതുകൊണ്ട് തമാശയുടെ അടിസ്ഥാനം വിമാനയാത്രയുടെ മാന്യതയെ ഒരു സാധാരണ ബസ് യാത്രയുടെ തലത്തിൽ താഴ്ത്തുന്നതിലായിരുന്നു. ഈ കൃത്രിമ ആശയക്കുഴപ്പം തുടർന്നുകൊണ്ടേയിരുന്നു. ചായ ബ്രേക്കിനായി കണ്ണൂർ, കോഴിക്കോട് പോലുള്ള വിമാനത്താവളങ്ങളിൽ വിമാനം നിർത്തുമോ എന്നും അദ്ദേഹം ചോദിച്ചു. സ്വന്തം അജ്ഞത അഭിനയിച്ച ഈ പ്രവൃത്തി വിമാനത്തിൽ എങ്ങനെ പെരുമാറണമെന്നറിയുന്ന യാത്രക്കാരെ മോശമായി ചിത്രീകരിക്കുന്നു. ഇവിടെ ശ്രദ്ധേയമായ ഒരു തെളിവുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പോലും ഈ പ്രവൃത്തി അതിർകടന്നു എന്ന് തിരിച്ചറിഞ്ഞു. കൂടുതൽ അനുഭവസമ്പന്നനായ യാത്രികനായ സാപ്പി ഇത് നിരുപദ്രവകരമായ കോമാളിക്കളികളിൽ നിന്ന് അമിതമായ പൊതു അനാദരവിലേക്ക് മാറുന്നു എന്ന് മനസ്സിലാക്കി. അദ്ദേഹം മാമുവിനോട് കണ്ടന്റിനു വേണ്ടി ഒരു വിഡ്ഢിയെപ്പോലെ പെരുമാറരുത് എന്ന് നേരിട്ട് പറഞ്ഞു. അതായത് ഉള്ളടക്കം ടീമിന്റെ ആന്തരിക കോമ്പസ് പോലും ഒരു റെഡ് ലൈറ്റ് കാണിച്ചു. മാമുവിന്റെ പെരുമാറ്റം ചിരിക്കായി സ്വന്തം അജ്ഞതയെ പെരുപ്പിച്ചു കാണിക്കാനുള്ള ബോധപൂർവമായൊരു പ്രകടനമായിരുന്നു. അവർ വിമാനത്തിൽ കയറിയപ്പോൾ വിമാനത്താവളത്തിൽ ഒരുക്കിയ തമാശ ചായ ഉണ്ടു എന്ന് ഉച്ചത്തിൽ വിളിച്ചുപറഞ്ഞ് സജീവമായ ശല്യപ്പെടുത്തലായി മാറി. ഈ ബോധപൂർവമായ അജ്ഞതയുടെ ഏറ്റവും നാടകീയമായതും മോശമായതുമായ ഭാഗം ടേക്ക് ഓഫ് എന്ന വാക്കിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പമായിരുന്നു. ടേക്ക് ഓഫ് എന്ന സാങ്കേതിക പദത്തെ മാമു മധുരമുള്ളതോ കഴിക്കാൻ പറ്റുന്നതോ ആയി എന്തോ ഒന്നായിട്ട് മനഃപൂർവ്വം തെറ്റിദ്ധരിച്ചു. ചായയിൽ മുക്കി കഴിക്കാൻ പറ്റുന്നതോ ആണോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഇത് ഓസ്കാർ അർഹിക്കുന്ന അഭിനയമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. അദ്ദേഹം ടേക്ക് ഓഫ് മധുരമുള്ളതാണോ ചായയിൽ കഴിക്കാൻ പറ്റുന്നതാണോ എന്ന് വ്യക്തമായി ചോദിച്ചു. ഇത് ബോധപൂർവമായി പ്രകടനത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ടേക്ക് ഓഫ് എന്ന സാങ്കേതിക പദത്തെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റു കാര്യങ്ങളെക്കാളും കൂടുതൽ അപായകരം? കാരണം ഇത് തെറ്റായ വിവരങ്ങൾ ബോധപൂർവം പ്രചരിപ്പിക്കുകയാണ്. ടേക്ക് ഓഫ് ഒരു വാക്കല്ല, അതൊരു സുപ്രധാന സുരക്ഷാ നടപടിക്രമമാണ്. ടേം എന്നത് മാറ്റാൻ പറ്റാത്ത ഒന്നാണ്. അതിനെ ഒരു ഭക്ഷ്യവസ്തുവുമായി താരതമ്യം ചെയ്യുന്നത് നിർണായക സുരക്ഷാ പദങ്ങളെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. ക്രൂ ടേക്ക് ഓഫിനായി തയ്യാറെടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് തക്ഷണവും പൂർണ്ണവുമായ അനുസരണം ആവശ്യമാണ്. അതുകൊണ്ട് ഒരു വശത്ത് കോണ്ടന്റ് സൃഷ്ടിക്കണമെന്ന് സമ്മർദ്ദമുണ്ട്. എന്നാൽ മറുവശത്ത് അടിസ്ഥാനപരമായ ഒരാവശ്യം പ്രൊഫഷണൽ ബഹുമാനവും പൊതു ഉത്തരവാദിത്വവും ആവശ്യപ്പെടുന്നു. നിങ്ങൾ യാത്രയെക്കുറിച്ച് സംസാരിക്കാം, തമാശ പറയാം, എന്നാൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളുടെ നേർക്ക് ക്യാമറ തിരിക്കുകയും അജ്ഞത അഭിനയിച്ച് അവരെ പരസ്യമായി പരിഹസിക്കുകയും ചെയ്യുമ്പോൾ അതിർവരമ്പ് ലംഘിക്കപ്പെടുകയാണ്. നിങ്ങൾക്ക് നിയമങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങളുടെ പരിചയസമ്പന്നരായ സുഹൃത്തുക്കളോട് സ്വകാര്യമായി ചോദിക്കുക, അല്ലാതെ അജ്ഞതയുടെ പ്രകടനം പൊതുജനങ്ങളെ പരിഹസിക്കാൻ ഉപയോഗിക്കരുത്. ഈ വീഡിയോ ഉണ്ടാക്കിയ ആഘാതം ക്രിയേറ്റേഴ്സിന് കിട്ടിയ നാണക്കേടിനപ്പുറം വലുതാണ്. ഇത് പ്രൊഫഷണൽ ബഹുമാനം ഇല്ലാതാക്കുന്നതിനെക്കുറിച്ചാണ്. ക്യാബിൻ ക്രൂ സമുദായം പ്രകടിപ്പിച്ച പ്രാഥമിക ഭയം സാംക്രമിക സാധ്യത അഥവാ കണ്ടീജിയൻ റിസ്ക് എന്നതാണ്. കാഴ്ചക്കാർ ഇത് കാണുകയും ഇത് ചെയ്യുന്നത് തെറ്റെന്നല്ല കരുതുകയും ചെയ്യുന്നതിലുള്ള ഭയം. യുവതലമുറക്കാർ ഇതൊരു തമാശയായി കാണുകയും
ഇത് പൊതുമര്യാദയ്ക്ക് യോജിച്ചതാണെന്ന് ധരിക്കുകയും ചെയ്യും. ഓരോ യാത്രക്കാരനും ഈ രീതിയിലുള്ള തകർപ്പൻ ഉള്ളടക്കം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അത് ഈ ജോലിയുടെ മാന്യത ഇല്ലാതാക്കും. ഇത് ക്രൂ അംഗങ്ങൾക്ക് ജോലി കൂടുതൽ ദുഷ്കരവും സമ്മർദ്ദപൂർണവുമാക്കും. കാരണം ക്രൂവിന് അവരുടെ സംയമനം പാലിക്കാൻ പ്രൊഫഷണൽ ബാധ്യതയുണ്ട്. അവർക്ക് തിരിച്ചു ദേഷ്യപ്പെടാനോ റെക്കോർഡിംഗ് നിർത്താനോ കഴിയില്ല. അവർ എളുപ്പമുള്ള ലക്ഷ്യങ്ങളായി മാറുന്നു. ഈ പ്രൊഫഷണലിസം അവർക്കെതിരെ ആയുധമാക്കുകയാണ് ഈ ഉള്ളടക്കം. നിങ്ങൾ നിങ്ങളുടെ ജോലിസ്ഥലത്തേക്ക് ഒരാൾ കടന്നുവന്ന് നിങ്ങളുടെ കഠിനാധ്വാനം, നിങ്ങളുടെ ട്രേഡിന്റെ പ്രത്യേക ഭാഷ വിചാരിക്കുന്നവർക്ക് വേണ്ടി പരിഹസിച്ചാൽ നിങ്ങൾക്ക് എന്തു തോന്നും? നിങ്ങൾക്ക് ഇതേ വേദനയും അപമാനവും തോന്നും. നിങ്ങളൊരു സിഇഒ ആണെങ്കിലും ശുചീകരണ തൊഴിലാളിയാണെങ്കിലും ക്യാബിൻ ക്രൂ ആണെങ്കിലും നിങ്ങളുടെ ജോലി നിങ്ങളുടെ ഉപജീവനമാർഗമാണ്. ജോലി ചെയ്യുന്ന സ്ഥലം പൊതുവിടമായതുകൊണ്ട് മാത്രം ഒരാളുടെ പ്രൊഫഷണലിസം എന്നത് തമാശയാക്കി മാറ്റരുത്. ഇത് മാന്യതയുടെ അടിസ്ഥാന ലംഘനമാണ്. ഈ സംഭവം മുമ്പുണ്ടായ ഒരു അനുഭവമായി താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യാസം വ്യക്തമാകും. ഒരു ക്രിയേറ്റർ വിമാനത്തിൽ പാട്ടുപാടിയ ഒരു സംഭവമുണ്ട്. അത് ശല്യപ്പെടുത്തുന്നതായിരുന്നു, എന്നാൽ അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തു. എന്നാൽ മാമു ചെയ്തതിൽ നിന്ന് ഇത് സ്ട്രക്ചറലി വ്യത്യസ്തമായിരുന്നു. പാട്ടുപാടുന്നത് ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയെ പരിഹസിക്കുന്നതായി പൊതുവെ കണക്കാക്കുന്നില്ല. എന്നാൽ ഇവിടെ പരിഹസിക്കാൻ, അവഹേളിക്കാൻ അല്ലെങ്കിൽ വില കുറച്ച് കാണിക്കാനുള്ള ദുരുദ്ദേശപൂർണമായ ലക്ഷ്യമുണ്ട്. പ്രൊഫഷണൽ സമുദായത്തിൽ നിന്നുള്ള പ്രധാന സന്ദേശം വളരെ വ്യക്തമാണ്. നിങ്ങൾ കോണ്ടന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായ മര്യാദകൾ പാലിക്കുക. നിങ്ങൾക്ക് മര്യാദ പാലിക്കാൻ കഴിയില്ലെങ്കിൽ ചുരുങ്ങിയത് നിശബ്ദനായിരിക്കുക. മറ്റൊരാളുടെ ചിലവിൽ, അവരുടെ പ്രൊഫഷണൽ മാന്യതയുടെ ചിലവിൽ, പൊതുസുരക്ഷയുമായി ബന്ധപ്പെട്ട അവരുടെ മാന്യതയുടെ ചിലവിൽ നിങ്ങളുടെ കോണ്ടന്റ് സൃഷ്ടിക്കരുത്. ഈ ആഴമേറിയ വിശകലനം വൈറൽ കോണ്ടന്റ് തേടുന്നതും നിയന്ത്രിത പൊതുവിടങ്ങളിൽ ബഹുമാനവും സുരക്ഷയും നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും എടുത്തുകാണിക്കുന്നു. ക്യാബിൻ ക്രൂ സമുദായത്തിന്റെ വ്യാപകമായ പ്രതികരണം ലൈഫ് സേവേഴ്സ് എന്ന നിലയിൽ അവരുടെ പങ്കിലും അനുകരണ സ്വഭാവം അവരുടെ ജോലിയുടെ മാന്യതയെ നശിപ്പിക്കുമോ എന്ന അവരുടെ ഭയത്തിലുമാണ് വേരൂന്നിയത്. നമ്മൾ അവരുടെ കഠിനമായ പരിശീലനം, സുരക്ഷാ പ്രോട്ടോക്കോളുകൾ, വിൻഡോ ഷേഡുകൾ ഉയർത്താനും ട്രേ ടേബിളുകൾ മടക്കാനും അവർ നിർബന്ധിക്കുന്നതിന്റെ യഥാർത്ഥ കാരണത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. ഇത് അവരുടെ പങ്ക് ലഘുഭക്ഷണം നൽകുന്നതിൽ കൂടുതൽ ഗൗരവമുള്ളതാണെന്ന് കാണിക്കുന്നു. കോണ്ടന്റ് ടീമിന് നിയമങ്ങൾ അറിയാമായിരുന്നിട്ടും ക്ലിക്കുകൾക്കു വേണ്ടി അവർ നിയമങ്ങൾ ലംഘിക്കാൻ തീരുമാനിച്ചു എന്നതിന് ക്ലിയർ തെളിവുകൾ നമ്മൾ കണ്ടു. ഈ അറിവുമായി മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾ പരിഗണിക്കേണ്ട ഒരു അവസാന ചിന്ത ഇതാണ്: വ്യോമയാനം ഇപ്പോൾ എല്ലാവർക്കും പ്രാപ്യമായിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പൊതുമര്യാദയുടെയും ബഹുമാനത്തിന്റെയും നിയമങ്ങൾ വർദ്ധിക്കേണ്ടതല്ലേ? ഒരു വൈറൽ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം, ക്ഷണികമായ ഡിജിറ്റൽ പ്രശസ്തി എന്ന് പറയുമ്പോൾ വരുന്ന പ്രശ്നം എന്താണ്? മറ്റൊരാളുടെ വാദ്യത്തിൽ അദ്ദേഹം എന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ വിശ്വസനീയതയെ അവഹേളിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ക്ഷണികമായ ഡിജിറ്റൽ പ്രശസ്തി ഇതിനെ ന്യായീകരിക്കുന്നുണ്ടോ? 6 മാസത്തെ തീവ്ര പരിശീലനവും ജീവൻ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുള്ള ആഗോള പ്രൊഫഷണൽ സമുദായത്തിന്റെ പൊതുവായ സന്ദേശം ഇല്ല എന്നതാണ്. അതുകൊണ്ട് ഇന്നൊരു വിവരമുള്ള യാത്രികനായിരിക്കുക എന്നത് ഒരു ഉത്തരവാദിത്വമുള്ള യാത്രികനായിരിക്കുക കൂടിയാണ്. നമ്മളെല്ലാവരും പങ്കുവയ്ക്കുന്ന ഒരു ഉത്തരവാദിത്തമാണിത്. ഡിജിറ്റൽ ധാർമ്മികതയുടെയും പൊതുപെരുമാറ്റത്തിന്റെയും കാര്യത്തിൽ ഇതൊരു വലിയ പാഠമാണ്. പ്രൊഫഷണൽ മാന്യതയും ഡിജിറ്റൽ അതിർവരമ്പുകളെക്കുറിച്ചുള്ള ഈ ആഴമേറിയ വിശകലനത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. ഇത് കാര്യം പറയാനാമത്തെ, ഇത് ശരിക്കും ബാംബു ബോയ്സിനെ ഫ്ലൈറ്റ് കയറ്റിയ പോലെ ആയി. എന്തെല്ലോ സീറ്റ് നമ്പറൊന്നും നോക്കാണ്ട് എവിടെല്ലോ പോയിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു അഭിപ്രായം വേട്ടെ ഈ ഫ്ലൈറ്റിന്റെ, അതായത് ട്രാവലറിൽ കയറൂലേ, ട്രാവലറിൽ ചെറുതായതാണ് ഫ്ലൈറ്റ്. ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇതിലെന്തിനാ പേടിക്കേണ്ട ആവശ്യം? നീ എന്നെ നോക്ക്, നീ ആദ്യമായിട്ടില്ല ഏത് ജാസ്. നമ്മൾ ബസ്സിൽ നിന്നെല്ലാം ഇവിടെ ഡി ജെ ലൈറ്റിലുണ്ടാവും മോനെ. ചായ കട്ടൻ ചായ പോലും കിട്ടൂലേ? ടേക്ക് ഓഫ് എന്ന് വെച്ചാലെന്തോ? ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ബ്രെഡ് സാൻഡ്വിച്ച് ഒരു സാധനം. കട്ടൻ കട്ടൻ ചായ ഇല്ല, കട്ടൻ ചായ ആ ഇത് വേണമെങ്കിൽ മേടിച്ചോ. ചൂടുള്ളതുണ്ട്, ചൂടില്ലാത്തതുണ്ട്, ചായയുണ്ട്, 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 ചായയുണ്ട്. ഇഡ്ഡലി വട, ഇഡ്ഡലി വട, ഇഡ്ഡലി വട, ചട്നി, പരിപ്പ് വട, പരിപ്പ് വട.